നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരവധി പത്രസമ്മേളനങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തേത് കൂടി നടത്തിയിരുന്നു ഈ കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക്. അപ്പോൾ ആ പത്രസമ്മേളനങ്ങളിൽ തെളിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കാരണം ആ പത്രസമ്മേളനങ്ങൾക്കെല്ലാം തന്നെ ഒരു പാറ്റേൺ ഉണ്ട്. അതിലൂടെ അദ്ദേഹം നിരവധി അസത്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. വസ്തുതാവിരുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ നിരവധി പത്രസമ്മേളനങ്ങൾ. അതിലേതാണ്ട് 18ഓളം വരുന്ന വളരെ കൃത്യമായിട്ടുള്ള നുണ. ഇതെനിക്ക് കിട്ടിയത് അരുൺകുമാർ പറഞ്ഞതാണ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ. അതുപോലെ 20ലധികം വരുന്ന ആ പകുതി അർദ്ധസത്യങ്ങളുമൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊക്കെ തന്നെ പലതും അപ്പം തന്നെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചകളുമൊക്കെ തന്നെ നമ്മൾ കണ്ടു. അപ്പോൾ ആ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചകൾക്കും അതിൻ്റെ രസങ്ങൾക്കുമൊക്കെ അപ്പുറം, ഒരു പുളുവടികൾക്കുമൊക്കെ അപ്പുറം അതിൻ്റെ പിന്നിൽ വലിയ കൃത്യമായി നരേറ്റ് ചെയ്യപ്പെട്ട ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളതാണ്. ആ പദ്ധതി എന്ന് പറയുന്ന ഒരു ട്വിൻ ടണൽ പദ്ധതിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇരട്ട തുരങ്ക പദ്ധതിയാണ്. ആ ഇരട്ട തുരങ്ക പദ്ധതി എന്ന് പറയുന്നതിൻ്റെ ഒരു തുരങ്കം എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അദ്ദേഹം നീക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റത് തീർച്ചയായിട്ടും അത് RSS ഹിന്ദുത്വ അജണ്ടകൾക്ക് വേണ്ടിയും നീക്കി വെച്ചിട്ടുള്ള ഒരു തുരങ്കമാണ്. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ മിഷൻ. ഈ രണ്ട് മിഷനുകളുമാണ് അദ്ദേഹം കേരളത്തിൽ ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് വിശദമായി നിങ്ങളോട് പറയാം. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം പറയുന്ന ചില നിസാരമായിട്ടുള്ള നുണകൾ, ആ നുണകളിൽ പോലും ഇതിൻ്റെ ലാഞ്ചനകളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിലൊന്ന് നമുക്കറിയാം, സുകുമാരൻ നായരെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു നുണയാണ്. സുകുമാരൻ നായർ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അത് സമയം കാണാൻ വേണ്ടി സമയം ചോദിച്ചു, പക്ഷെ കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളൊക്കെ കൊടുക്കുന്ന തെറ്റായ വാർത്തകൾ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ വലിയ തിരക്കിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ തിരിച്ചു വിളിച്ചു, അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എപ്പോഴെങ്കിലും ഒന്ന് കാണാം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ, മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണ് എന്ന് പൊളിഞ്ഞു വീഴുന്നത് നമ്മളെല്ലാവരും വളരെ സങ്കടത്തോടുകൂടി കണ്ടു. അത് സുകുമാരൻ നായർ വന്ന് പത്രസമ്മേളനം നടത്തിയപ്പോഴാണ്. അദ്ദേഹത്തിന് 80-85 വയസ്സുണ്ട്, വളരെ പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഇതുപോലെയുള്ള നുണകളൊന്നും പറയരുതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശനോട് പറയാനുള്ളത്. അദ്ദേഹം വന്നിട്ട് പറയുന്നൊരു കാര്യം, അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്, യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അവഹേളിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത്. അതിൽ അദ്ദേഹം പറഞ്ഞ എനിക്കിനി താല്പര്യമില്ല മുഖ്യമന്ത്രിയെ കാണാൻ എന്നുള്ളത് കൂടി പറഞ്ഞു. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം വിളിച്ചതിന് ശേഷം 2 തവണ വിളിച്ചു. പ്രൈവറ്റ് സെക്രട്ടറിയാണ് വിളിച്ചത്. പ്രൈവറ്റ് സെക്രട്ടറി പരിചയമുള്ള ഒരാളാണ്, അതുകൊണ്ട് വിളിച്ചപ്പോഴത്തേക്കും തിരിച്ചു വിളിക്കാം, ഞാൻ പറയാം എന്ന് പറഞ്ഞു. പക്ഷേ 6 ദിവസങ്ങൾക്ക് ശേഷം, ഒന്ന് കേൾക്കണം, മുഖ്യമന്ത്രി വളരെ സിമ്പിളായി കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു, അങ്ങനെയല്ലല്ലോ അതിൻ്റെ സത്യം. 6 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അന്നങ്ങനെ പറഞ്ഞു പോയത് മറ്റേയാൾ പറഞ്ഞതുകൊണ്ടാണ് എന്നുള്ളതാണ്. മറ്റേയാൾ ആരായിരിക്കും എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും. പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ തിണ്ണ നിരക്കുന്ന കാര്യത്തിൽ റിയാക്ട് ചെയ്ത് പോയത് അതുകൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞു. അല്ലാതെ ഇദ്ദേഹം വിളിച്ചത് എന്തിനാണെന്ന് ചോദിക്കുകയോ എന്താണ് ആവശ്യമെന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. പകരം ഇത്തരം 1-2 കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അപ്പം തന്നെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് വിളിച്ചത്, നിങ്ങൾ എന്തിനാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത് എന്നുള്ളതൊന്നും അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഉടനെ തന്നെ കട്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഒരു അവമതിപ്പോടുകൂടി പെരുമാറുന്നതിന് ഇപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, അദ്ദേഹം തോന്നിയതുപോലെ ചെയ്യാം. കാരണം ഇപ്പോൾ അദ്ദേഹം അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. കാരണം സുകുമാരൻ നായരും അതുപോലെ വെള്ളാപ്പള്ളി നടേശനൊക്കെ പലപ്പോഴും അദ്ദേഹത്തിനെതിരെ നിലപാടുകൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ നിലപാടുകൾ പറഞ്ഞിട്ടുള്ള ആളുകളോട് പോലും അദ്ദേഹം സഹിഷ്ണുതയോടെ കേൾക്കും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞിരുന്ന RV ബാബുവിനും അതുപോലെ തന്നെ ശശികലക്കൊക്കെ പെർമിഷൻ കൊടുത്തതും വന്ന് കണ്ടതും. അതിലൊന്നും തെറ്റില്ല. കാരണം അദ്ദേഹത്തെ അല്ലല്ലോ കാണുന്നത്, കേരള മുഖ്യമന്ത്രിയാണ്, അല്ലാതെ വി ഡി സതീശനെ അല്ല. അവരൊക്കെ എതിർത്തത് വി ഡി സതീശനെയാണ്. അതുകൊണ്ട് അതിലൊന്നും തെറ്റില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഈ കള്ളം പറയുന്നത് എന്തിനാണ്, നുണ പറയുന്നത് എന്തിനാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതാണ് ഉണ്ടായത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത്, വീണ്ടും ഒരു 1-2 ആഴ്ചകൾ കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വിളിച്ചു. കാരണം ആവശ്യം അദ്ദേഹത്തിൻ്റെതാണല്ലോ. അദ്ദേഹം ഒരു ഫയലുമായി ബന്ധപ്പെട്ട്, ടാക്സും വൈഫിൻ്റെ ഫയലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് വിളിച്ചത്. അപ്പോൾ 2-3 തവണ വിളിച്ചപ്പോഴേക്കും വീണ്ടും പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നുള്ളത് പറഞ്ഞു. കൂടാതെ അദ്ദേഹം പിന്നെ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് എറണാകുളത്ത് വെച്ച് കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്രട്ടറി എറണാകുളത്ത് വെച്ച് കാണാമെന്ന് പറയുമ്പോൾ സുകുമാരൻ നായർ പറഞ്ഞു, അങ്ങനെ എറണാകുളത്ത് വെച്ച് കാണേണ്ട ആവശ്യമില്ലല്ലോ, ഇത് ഓഫീസിൽ വന്ന് കാണേണ്ട ഒരു കാര്യമാണ്, ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ശരിക്കും അതുണ്ടെങ്കിൽ ഇത്രയും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നൊരു സന്തോഷമാണ് എനിക്കുള്ളത്.
ശരിക്കും സുകുമാരൻ നായർ NSSൻ്റെ ജനറൽ സെക്രട്ടറി വിളിക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, നമുക്ക് എറണാകുളത്ത് സുഭാഷ് പാർക്കിൽ വെച്ച് കാണാം, 2 പൊതി കപ്പലിനെയും മേടിച്ച് അവിടെ കാത്തിരുന്നോ, ഞാൻ വരാമെന്ന് പറയാതിരുന്ന നന്നായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് ആണ് ഈ പത്രസമ്മേളനത്തിൽ വന്ന് ഇങ്ങനൊരു കാര്യം കാണിച്ചത്. ഈ പ്രസ് മീറ്റിൽ വന്ന് ഇത്തരത്തിലുള്ളൊരു കാര്യം കാണിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, അത് ഏത് ദിവസമാണ് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ ദിവസം എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ CP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഉപരാഷ്ട്രപതി, ഞാൻ കഴിഞ്ഞവണ അദ്ദേഹത്തെ പൊൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിരുന്നു, മാറിപ്പോയതാണ്. പൊൻ രാധാകൃഷ്ണൻ വേറെ ഉണ്ട്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പൊൻ എന്ന് പറഞ്ഞ ഇതുണ്ട്. ഞാനിപ്പോൾ അത് പറയുന്നില്ല. CPയുടെ P അത് പൊൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വാക്ക് തന്നെയാണ്. അതവിടെ നോക്കട്ടെ. CP രാധാകൃഷ്ണൻ ഇദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട്, അതായത് ഈ പറയുന്ന നമ്മുടെ NSSൻ്റെ സുകുമാരൻ നായർ കാണാൻ അനുവദിക്കാത്തതിനെക്കുറിച്ച് അദ്ദേഹം അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്, പ്രസിഡൻ്റ് ഉണ്ട്, അത് യു ഷുഡ് നോട്ട് കം, യു ഷുഡ് നോട്ട് കം, ഹീ ഷുഡ് നോട്ട് കം എന്നൊക്കെ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. കൂടാതെ അതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ സുരേഷ് ഗോപിയും പ്രസംഗിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ഇത് 2 പ്രസംഗങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഇത് രണ്ടും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ സുകുമാരൻ നായർ എടുത്ത സ്റ്റാൻഡാണ് ശരി. അദ്ദേഹത്തിൻ്റെ BJPയുടെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അദ്ദേഹം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ പോലും ഇവർ രണ്ടുപേരും, സുരേഷ് ഗോപി പറഞ്ഞത് ഒന്നില്ലെങ്കിൽ സ്വയം നവീകരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെ സ്വയം മാറണം, മനസ്സ് മാറണം, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ അദ്ദേഹത്തെ മാറ്റും എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് വിട്ട ദിവസമാണ്. അങ്ങനെ ഡയലോഗ് വിട്ടിട്ടുള്ള ദിവസം ത്തിൻ്റെ 24 മണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇതുപോലെ തന്നെ ഒരു പത്രസമ്മേളനം നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾ കാണണം. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ CP രാധാകൃഷ്ണനും സുരേഷ് ഗോപിയും ഒക്കെ പറഞ്ഞ ലെവലിലേക്ക് നൈസായിട്ട് ഇദ്ദേഹത്തെ ഒന്നുകൂടി മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഒരേ ഡയലോഗാണ് നമ്മുടെ VD സതീശൻ കൂടി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ പദ്ധതിയുടെ ആഴം എന്താണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ ആർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്നുള്ളത് മനസ്സിലാവും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയത് വിവാദമായി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ BJPക്കുള്ള ഐഡിയോളജിക്ക് വളരാനുള്ളൊരു അവസരമൊരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് MA ബേബി ഈ കൊല്ലൂർ മൂകാംബിക സന്ദർശനത്തെക്കുറിച്ച് മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ളൊരു വാർത്ത മാതൃഭൂമി പറയുകയും അതിൻ്റെ വിശദീകരണമാണ് മുഖ്യമന്ത്രി നൽകിയത് എന്ന് പറയുകയും ചെയ്തു. MA ബേബി അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, തെറ്റായിട്ടുള്ള കാര്യമാണ്. കൂടാതെ മുഖ്യമന്ത്രി അത്തരത്തിലുള്ളൊരു വിശദീകരണം നടത്തേണ്ടത് ഇതിനെക്കുറിച്ച്, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത് ശരിക്കും വേറൊരു ചോദ്യമാണ്. ചോദിച്ചത് മൂകാംബിക ക്ഷേത്രത്തിൽ പോയതല്ല, നിങ്ങൾ മംഗലാപുരത്ത് പോയത് എന്തിനാണ്, അത് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോയത് എന്താണ്, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ മുഖ്യമന്ത്രി VD സതീശൻ ഉടനെ തന്നെ സാധാരണ BJP നേതാക്കന്മാരും പോലും ചെയ്യാത്ത രീതിയിൽ അതിനിടക്കോട്ട് മതം തിരികെ കയറ്റുകയും വിശ്വാസം തിരികെ കയറ്റുകയും ചെയ്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. ആ പ്രതിരോധം ആരെ വളർത്തും? അത് വളർത്താൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇടതുപക്ഷമാണെന്നും CPM ആണെന്നും അവരൊക്കെ അവിശ്വാസികളാണെന്നും അവരൊക്കെ എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണെന്നുള്ള പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി താങ്കൾ പറഞ്ഞത്. എന്തൊരു അസംബന്ധമാണ് ഇത്! ആരെയാണ് സഹായിക്കുക? ഇത് കോൺഗ്രസിൻ്റെ നിലപാടാണോ? താങ്കൾ ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ ഇതുപോലെ പറയില്ല. യഥാർത്ഥത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയോ സുവേന്ദു അധികാരിയോ ഒക്കെ പറയുന്ന വർത്തമാനമാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ വർത്തമാനമാണ് ഇവിടെ നിന്ന് പണം കൊണ്ടുവന്ന് ബംഗാളിലേക്കും അതുപോലെ ആസാമിലേക്കും ഒക്കെ ആളുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു, റിവേഴ്സ് റെമിറ്റൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളിവിടെ യഥാർത്ഥത്തിൽ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾ എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളൊരു നെഹ്റൂവിയൻ ലെഫ്റ്റ് ആണെന്നാണ്. നിങ്ങളൊരു നെഹ്റൂവിയൻ ലെഫ്റ്റ് അല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു തീവ്ര വലതുപക്ഷ നിലപാടാണ് എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞു വെച്ചാൽ എന്താ, നിങ്ങൾ മംഗലാപുരത്ത് പോയതിന് നമുക്ക് വിരോധമില്ല, ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോകാനുള്ള അടിയന്തര ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയണേ, ഞാൻ മറ്റേ നമ്മുടെ മംഗലാപുരത്തല്ല, കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ഡിവോട്ടിയാണ് ഞാനെന്നും ആ ഡിവോട്ടി ആയിട്ടുള്ള ഞാൻ 10-30 കൊല്ലമായിട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നും എനിക്കത് പോകാനുള്ള അധികാരമില്ലേ, ആ വിശ്വാസത്തെ ആരാണ് ചോദ്യം ചെയ്യുന്നത് എന്നുമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ വിശ്വാസത്തെയോ ഒന്നും ചോദ്യം ചെയ്തില്ല. അതുപോലെ ഒരാൾക്ക് മോസ്കിൽ പോകാൻ അവകാശമില്ല, ചർച്ചിൽ പോകാൻ അവകാശമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള യഥാർത്ഥ ചോദ്യത്തെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് അത് വിശ്വാസത്തിനെതിരായിട്ടുള്ള ചോദ്യമാക്കി മാറ്റുകയാണ്. ഇത് നേരത്തെ CPMൻ്റെ മന്ത്രിയായിരുന്ന ഒരാൾ ചെയ്തപ്പോഴും എതിർത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതായത്
കേരളത്തിലേക്ക് ഖുറാൻ കൊണ്ടുവന്ന് ഗവൺമെൻറ്റിൻ്റെ വാഹനങ്ങളിൽ വിതരണം ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ നമ്മുടെ KT ജലീൽ അന്ന് മന്ത്രിയായിരുന്ന ഒരാൾ പറയുന്നത് ഖുറാൻ എന്താ നിഷിദ്ധമായിട്ടുള്ളൊരു പുസ്തകമാണോ, തൊടാൻ പാടില്ലാത്താണോ എന്നൊക്കെ ചോദിച്ചു. ഖുറാൻ തൊട്ടതിനോ ആളുകൾ വായിക്കുന്നതിനോ നമുക്ക് ഒരു തെറ്റും പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞത് അത് ഗവൺമെൻറ്റിൻ്റെ മെഷർ ഉപയോഗിച്ച് വിതരണം ചെയ്യുന്നത് എന്തിനാണ് എന്ന് മാത്രമാണ്. മനസ്സിലായോ? അത്ര പറഞ്ഞുള്ളൂ. നിങ്ങളറിയണം, പണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പോകാൻ പോയപ്പോൾ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു അദ്ദേഹത്തിന് കത്തെഴുതിയതാണ്. ആ കത്തെഴുതിയത് നിങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കരുത് പ്രസിഡന്റ് എന്നുള്ള നിലക്ക്, അത് തെറ്റായ സന്ദേശം നൽകും, പ്രത്യേകിച്ച് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്നാണ്. അത്ര ഉന്നതമായ ഔന്നത്യവും പുലർത്തിയിരുന്ന നേതാക്കന്മാർ കോൺഗ്രസ്സിലുണ്ട്. ആ നേതാക്കന്മാരെ ഫോളോ ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്ന് താങ്കൾ പറഞ്ഞുകൊണ്ട് താങ്കൾ ഇതുപോലെയുള്ള തരികിട പണി കാണിക്കരുത്. യഥാർത്ഥത്തിൽ അത് ആരെ സഹായിക്കുന്നതാണ്? അത് സഹായിക്കാൻ പോകുന്നത് ഇവിടുത്തെ സംഘപരിവാറിനെയും BJPയുമാണെന്ന് താങ്കൾ മനസ്സിലാക്കണം. ഇതാണ് താങ്കളുടെ ഒന്നാമത്തെ പദ്ധതി. ഇതിന് വേണമെങ്കിൽ എനിക്കൊരു 10 ഉദാഹരണങ്ങൾ കൂടി പറയാം, ഞാനത് പറയുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ആ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വലിയ തിളക്കം ഞാൻ പത്രസമ്മേളനത്തിൽ, ഈ ഏറ്റവും ഒടുവിലത്തെ പത്രസമ്മേളനത്തിൽ കണ്ടത് അതൊരൊറ്റ കാര്യം സംഭവിച്ചപ്പോഴാണ്. അത് എന്ന് പറയുന്നത് അദ്ദേഹം പോർട്ട് സിറ്റിയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ്. പോർട്ട് സിറ്റിയെക്കുറിച്ചും അദാനിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു വരുമ്പോൾ അദാനി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവരിവിടെ പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ വിശദമായി അദാനിക്ക് വേണ്ടി ന്യായീകരിക്കുന്നത് കണ്ടു. കൂടാതെ അദ്ദേഹത്തിന് അനുയായികളായിട്ടുള്ള ആളുകൾ ചാനൽ ചർച്ചകളിലിരുന്ന് ന്യായീകരിക്കുന്നത് കണ്ടു. അതിനുശേഷം അദ്ദേഹം ഈ പരിപാടിയിൽ പോലും പറഞ്ഞു വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോർട്ട് സിറ്റി എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ ഡ്രീം പ്രൊജക്റ്റാണ്. ആ ഡ്രീം പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കോർഡിനേഷനും നമ്മൾ ഇതിനകത്ത് തന്നെ വേണം. അതുകൊണ്ടാണ് തുറമുഖം ഞാൻ ഏറ്റെടുത്തത് എന്ന് പറയുന്ന വലിയ കാര്യമുണ്ടായിരുന്നു. കൂടാതെ ബ്ലൂംബർഗിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലും 10,000 കോടി രൂപയുടെ ടാറ്റയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഈ തിളക്കം കാണാം. തിളക്കം കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും ഒക്കെ, പക്ഷേ ആ തിളക്കത്തിൻ്റെ പിന്നിൽ മറ്റ് ചില ഈ പറയുന്ന പോലെ ഹിഡൻ അജണ്ടകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള തിളക്കങ്ങൾ വരാറുള്ളൂ എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതുകൂടി കൃത്യമായി സംരക്ഷിക്കേണ്ടതാണ്. കൃത്യമായി അദ്ദേഹം നടപടികൾ എടുക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അദാനി പോർട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം നിലപാടുകൾ എടുക്കുന്നു, അതറിഞ്ഞില്ല എന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ കള്ളം പറയുന്നു. മംഗലാപുരം യാത്ര ഇപ്പോഴും മൂടിവെക്കുന്നു. അവിടെ ഈ പറയുന്ന പോലെ കിഷോർ ആൽവ എന്ന് പറയുന്ന അവരുടെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റിനെയും അതുപോലെ ഡയറക്ടറെയും കമ്പനി ഡയറക്ടറെയും കാണുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വെക്കുന്നതിനോടൊപ്പം വൻകിട കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതെല്ലാം കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ PM-ശ്രീ മുതൽ എല്ലാ പദ്ധതികളും നടപ്പാക്കുന്നതിന്, കൂടാതെ സംഘപരിവാറിൻ്റെ നിയമനങ്ങൾ ഗവർണർ അടക്കമുള്ള ആളുകൾ യൂണിവേഴ്സിറ്റികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ എതിർക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഗവർണറുടെ അടുത്ത് നിന്ന് തന്നെ കൊടുത്തിട്ടുള്ള ലിസ്റ്റുകളാണോ ഇദ്ദേഹം ഈ പറയുന്ന നമ്മുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിയമിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ പേരിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന വലിയ കാര്യങ്ങൾ ഉയർത്തുന്നു. ഏറ്റവും ഒടുവിൽ ഇതെല്ലാം തന്നെ ഇല്ലാത്ത പേരുകൾ ഞങ്ങൾക്ക് ലോയേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സംഘടന തന്നതാണ് എന്ന് പറയുന്ന കള്ളം പോലും പറയുന്നു. KV പ്രദീപ് എന്ന് പറയുന്ന ഒരാളെ, അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കണം, BJPയുടെ പ്രവർത്തകരാണെങ്കിൽ പോലും നമുക്ക് സഹിക്കാം. പക്ഷെ അതിനേക്കാളുപരി പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന ഗവൺമെൻറ് അന്വേഷിക്കുന്ന ഒരു കുറ്റവാളിയുടെ വക്കീലായി നിൽക്കുന്ന, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കീലായി നിൽക്കുന്ന ഒരാളെ തന്നെ സ്പെഷ്യൽ പബ്ലിക് ഗവൺമെൻറ് പ്ലീഡറായിട്ട്, ദേവസ്വം പ്ലീഡറായിട്ട് നിയമിക്കുന്നു, തസ്തിക സൃഷ്ടിക്കുന്നു, എന്നിട്ട് നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ വയനാടൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന പോലെ ഒരു ട്വിൻ ടണൽ പദ്ധതിയാണ് കേരളത്തിലേക്ക് വരുന്നത്. അതിൽ ഒരു ടണലിലൂടെ കോർപ്പറേറ്റുകളും ഒരു ടണലിലൂടെ ഹിന്ദുത്വ രാഷ്ട്രീയവും നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കാർമ്മികത്വം വഹിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം. ടോപ്പിക്ക് കഴിഞ്ഞു. കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ടാൽ മതി. നമുക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്. ആ ചാനലിൻ്റെ പേര് ജനകീയ പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നുള്ളതാണ്. ആ ചാനലിലൂടെ നമ്മളിപ്പോൾ 2 പോഡ്കാസ്റ്റുകൾ എടുത്തു കഴിഞ്ഞു. അതിൽ 1 മണിക്കൂർ 44 മിനിറ്റുള്ള ആദ്യത്തെ പോഡ്കാസ്റ്റ് നമ്മൾ വളരെ വിശദമായി എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ 2021 അധികാരം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് 2% വോട്ടുകൾ കൂടുതലുണ്ടായിരുന്നു 5 കൊല്ലം ഭരിച്ചതിന് ശേഷം. കേരളം ഇതുവരെ കാണാത്ത രീതിയിൽ
അതുപോലെ തന്നെ അദ്ദേഹത്തിന് 9 സീറ്റുകൾ കൂടുതൽ കിട്ടിയിരുന്നു. പക്ഷെ അതെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയത് എങ്ങനെയാണ്, വലിയ പരാതികളൊന്നും ഭരണത്തിൽ ഇല്ലാതിരുന്നിട്ട് അത്തരത്തിൽ പ്രചരണം നടത്തപ്പെട്ടത് എങ്ങനെയാണ് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചനകൾ എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന 1 മണിക്കൂറും 44 മിനിറ്റുമുള്ള പോഡ്കാസ്റ്റ് ആയിരുന്നു. അതിപ്പോൾ 25,000 പേരിലധികം കണ്ടിരിക്കുന്നു. രണ്ടാമത്തെ പോഡ്കാസ്റ്റ് കേരളത്തെ ഞെട്ടിക്കുന്നൊരു കഥയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ കഥയിലൂടെ കൃത്യമായി വി.ഡി. സതീശൻ എങ്ങനെയാണ് അധികാരത്തിലേക്ക് എത്തിയതെന്നും പാർലമെൻ്ററി പാർട്ടിയിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന, എന്നാൽ പാർട്ടിയിൽ തന്നെ വലിയ സ്വാധീനമില്ലാതിരുന്ന, ജനങ്ങളുടെ സ്വാധീനം കൊണ്ട് എന്നുള്ളത് മാത്രം വെച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തിയ, ഹൈക്കമാൻഡിന് ഇഷ്ടമില്ലാതിരുന്നിട്ടും അധികാരത്തിലേക്ക് എത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് എങ്ങനെയാണെന്നും അതിൻ്റെ പിന്നിലെ കോടികൾ ഒഴുക്കിയത് ആരാണെന്നും ആ കോടികൾ ഒഴുക്കിയതിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗ് എന്തിനു വേണ്ടിയാണ് വാശി പിടിച്ചതെന്നുമുള്ള വളരെ വിശദമായിട്ടുള്ളൊരു കഥ കേരളത്തോട് ആദ്യമായി പറയുന്നത് ഞാനാണ്. ആ പറഞ്ഞിട്ടുള്ള കഥ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ പോഡ്കാസ്റ്റ് കാണാവുന്നതാണ്. അത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ നിരവധിയായി ചെയ്യാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ചെയ്യാം. മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വീഡിയോകൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോകളൊന്നും ഉണ്ടാവില്ല. ആകെയുള്ള ഗുണം എന്ന് പറയുന്നത് ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് എന്നുള്ളതൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. രണ്ടാമത്തേത്, ഇനി അതല്ല നേരിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാവുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി മറന്നു പോകണ്ട, നമ്മുടെ പുതിയ ചാനലിലെ പോഡ്കാസ്റ്റുകൾ കാണാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ആ ചാനലിൻ്റെ പേര് ഇതാണ്, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ഇത് അടിച്ചു കൊടുത്താലാണ് യൂട്യൂബിൽ കിട്ടുക. അതിൻ്റെ ഫുൾ നെയിം നേരത്തെ പറഞ്ഞ ജനകീയ പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നുള്ളതാണ്. അത് ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. പക്ഷേ അതിൻ്റെ ചുരുക്കപ്പേരാണ് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അതാണ് BCC വിത്ത് രതീഷ് ചക്രപാണി.